നമസ്കാരം, ഞാൻ രാജീവ് പുതിരൂർ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓർഗാനിക് കൃഷിയാണ്. 4 ചെറുപ്പക്കാർ കൂടി ചെയ്തിരിക്കുന്ന ഓർഗാനിക് കൃഷി നാടൻ തണ്ണിമത്തനാണ്. നമുക്ക് രസകരമായ രീതിയിൽ തന്നെയാണ് ഒരു കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് കണ്ട് പരിചയപ്പെടേണ്ടതും വാങ്ങേണ്ടതും കഴിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. കൃഷി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ ബുധനൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ മാമ്പ്രപ്പാടം എന്ന് പറയുന്ന ഒരു വലിയ പാടശേഖരമുണ്ട്. ഈ പാടശേഖരത്തിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം ഒപ്പിക്കൊണ്ടാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ പാടത്ത് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 വിളവ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി കനാൽ വെള്ളം വന്നിട്ട് കുറച്ച് വെള്ളം കയറി പോയിട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ ഇതെല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ കൃഷി കയറി വന്നു. നന്നായിട്ട് തന്നെ വിളവുകൾ എടുക്കുകയും അതെല്ലാം സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4-ാമത്തെ വിളവാണ്. ഇനിയിപ്പോൾ ഒരു 2-3 വിളവിനും കൂടെയുള്ള മത്തനായിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഒരു കുറച്ച് ദിവസത്തിനകത്ത് പൂർണ്ണമായിട്ടും സെയിലാകുന്നതായിരിക്കും. 4 ചെറുപ്പക്കാരാണ് ഈ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ആശയത്തിൽ നമ്മളെല്ലാം ഇത് വാങ്ങാനും കഴിക്കാനും ഒക്കെ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ കൃഷിയിലേക്ക് വരത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബുദ്ധിമുട്ടില്ലെങ്കിൽ പലരും വാങ്ങാൻ തയ്യാറാകണം. ഇവിടെ വെള്ളരിയും തണ്ണിമത്തനുമാണ് ശരിക്കും നട്ടിരിക്കുന്നത്. വെള്ളരിക്കയും തണ്ണിമത്തനും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിളവെടുത്ത് ഇത് വെള്ളരിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളരിക്ക നന്നായിട്ടുണ്ടായിരുന്നു, തണ്ണിമത്തനും നന്നായിട്ടുണ്ടായിരുന്നു. ഹൈബ്രിഡ് തണ്ണിമത്തനാണ് അവർ നട്ടിരിക്കുന്നത്. എല്ലാ സാധനവും നല്ലവണ്ണം കഷ്ടപ്പെട്ട് തന്നെ അധ്വാനിച്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് ആ അധ്വാനത്തിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് നന്നായിട്ട് വന്നതാണ്. ഇതിപ്പം കൃഷി ഇനിയിപ്പോൾ ഏതാനും കുറച്ച് നാളുകൂടെ സെയിൽ ചെയ്യാനുള്ള പച്ചക്കറികൾ തണ്ണിമത്തനും വെള്ളരിയൊക്കെ ഉള്ളൂ. നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ അവർ തരുന്നതായിരിക്കും. ന്യായമായൊരു പ്രൈസ് തരുന്നതായിരിക്കും. നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന തണ്ണിമത്തൻ തന്നെയാണ്. കാര്യം ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങളെന്ന് പറയുന്നത് വളരെ രസകരമായ സാധനം തന്നെയാണ്. നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്നതാണ്. രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടം, പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തനി നാടൻ രീതിയിൽ തന്നെ കൃഷി ചെയ്തെടുത്തിരിക്കുന്നതാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം ടാർപ്പാളയൊക്കെ വിരിച്ച് നല്ല കൃഷി എങ്ങനെയാണോ ഒരു കൃഷി നല്ലൊരു കൃഷി വിള എടുക്കേണ്ടത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അവർ അധ്വാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചപ്പ് ഒരുപാട് ഉള്ളതുകൊണ്ട് ഈ തണ്ണിമത്തനും വെള്ളരിയൊന്നും നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഈ ചപ്പ് ധാരാളം വേണം, എങ്കിൽ മാത്രമേ ഈ മത്തനുമൊക്കെ അധികം വെയിൽ കൊള്ളാതെയും മറ്റ് കീടങ്ങളൊന്നും വരാതെയൊക്കെ ഇതിനൊരു മെത്ത പോലെ ഇതിനെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അവരുടെ കണ്ടെത്തലുകളും പിന്നെ അവരുടെ സ്റ്റഡിയൊക്കെയാണ് ഇവർ പറയുന്നത്. അതൊക്കെ സത്യവുമായിരിക്കാം. നല്ല ഒന്നാന്തരമായിട്ട് മധുരമുള്ള നല്ല ഒന്നാന്തരം പ്യുവർ തണ്ണിമത്തനാണ്. ഇത് നമ്മൾ കഴിക്കണം. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാരൻറ്റിയോടുകൂടി പറയുകയാണ്, 100% വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ നാടൻ തണ്ണിമത്തൻ. ഒരു ഗജാൻ എന്ന് പറയുന്ന ബ്രീഡാണ് തണ്ണിമത്തൻ നട്ടിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് അവർ എങ്ങനെയാണ് ഒരു കൃഷി ചെയ്യേണ്ടതെന്ന് ധാരാളം അറിവുകൾ സമ്പാദിച്ചതിന് ശേഷം തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ്. അത് സത്യസന്ധമായിട്ട് അവർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ സത്യസന്ധമായ വിജയവും നേടാൻ സാധിച്ചിട്ടുണ്ട്. 4 ചെറുപ്പക്കാർ 2.5 ഏക്കറോളം പാടത്ത് അതിവിശാലമായിട്ട് തന്നെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അവർ ടെസ്റ്റ് ഡോസിൻ്റെ ഇതിലാണ് ഇപ്പോൾ ആദ്യം ചെയ്തത്. പക്ഷേ എല്ലാം വിജയപ്രദമായിരുന്നു. കുറച്ച് ചീര ഉണ്ടായിരുന്നു. ചീര പിന്നെ അങ്ങനെ വലിയ രീതിയിൽ നട്ടിട്ടില്ല. ഏതാനും കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ചീര നട്ടുള്ളൂ. അതും വിജയപ്രദമായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതെല്ലാം അവർ വിപുലീകരിച്ച് വിശാലമായിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടി ഊർജ്ജത്തോടുകൂടിയൊക്കെ നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാർ. അപ്പം നമ്മളും കുറേയൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ നാട്ടിൻപുറത്തുണ്ടാകുന്ന ഈ കാർഷിക വിളകൾ നമ്മൾ കുറേയൊക്കെ വാങ്ങാനും അതൊക്കെ കഴിക്കാനും ഒക്കെ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അവർക്കും അത് നഷ്ടമില്ലാതെ ആകുകയും നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കാനും ഒക്കെ പറ്റുകയും അവർ കൂടുതൽ കൃഷിയിലേക്ക് ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സും ഒക്കെ അവർക്കുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ ഇതൊക്കെ വാങ്ങാനൊക്കെ തയ്യാറാകണമെന്നാണ് എനിക്ക് ഒരു അപേക്ഷ പോലെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നല്ല തണ്ണിമത്തനാണ്. എല്ലാം നല്ലോണം വിളവായി കിടക്കുന്നതാണ്. ഇപ്പോൾ 2.5-3 കിലോ 4.5 കിലോ വരെയൊക്കെയുള്ള മത്തൻ വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്രയും വലിപ്പത്തിൽ തണ്ണിമത്തൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആദ്യ സമയങ്ങളിലെ കനാല് വെള്ളം വന്നിട്ട് ഇവർക്ക് കുറേ കൃഷി നഷ്ടം വന്നിരുന്നു. കുറച്ച് കൃഷി
നഷ്ടം വന്നിരുന്നത്. കാര്യം ഈ മത്തൻ്റെ അകത്ത് വെള്ളം ഇതിനെല്ലാം ധാരാളം ആവശ്യമാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാൽ മത്തൻ്റെ തണ്ടളിയും. തണ്ടളിഞ്ഞ് കഴിഞ്ഞാൽ ഈ മത്തൻ കേടായി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവർക്കൊരു 2500 മത്തൻ നഷ്ടം വന്നെന്ന് പറയുന്നത്. 2500 മത്തൻ നഷ്ടം വന്നു എന്ന് പറയുന്നു. ആ മത്തനോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ലാഭം വന്നേനെ. എങ്കിലും അവരുടെ മനസ്സ് മടിക്കാത്ത രീതിയിൽ കൃഷി ചെയ്യാനും വിളവെടുക്കാനും അത് സെയിൽ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. 4 ചെറുപ്പക്കാരുടെ ഇന്ന് ചെറുപ്പക്കാർ പുറമോട്ട് പോകുന്നൊരു കാര്യമാണ് കൃഷിയിൽ. അപ്പോൾ ആ 4 ചെറുപ്പക്കാർ മുമ്പോട്ട് വന്ന് ഈ കൃഷി ചെയ്ത് ഇത്രയൊക്കെ വിജയപ്രദമാക്കിയപ്പം നമ്മൾ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇത് വാങ്ങാനുമൊക്കെ തയ്യാറാകണം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു കുറേ കൂടെ വിപുലീകരിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ പാടത്ത് തന്നെ കുറേ കൂടെ പാട്ടത്തിന് സ്ഥലം ചോദിച്ചിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിപുലീകരിച്ച് അവർ ചെയ്യാൻ പോകുന്നു. അതുകൂടാതെ പുറത്ത് പറമ്പിലുമൊക്കെ അവർ കൃഷി ധാരാളമായിട്ട് വികസിപ്പിക്കാനാണ് ഉദ്ദേശം. കൃഷി അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കൃഷി എന്ന് പറയുന്ന ഒരു കലയെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള 4 ചെറുപ്പക്കാർ നമ്മുടെ ഈ പ്രദേശത്തുള്ളപ്പം നമ്മളവരെയൊക്കെ സ്വീകരിക്കാനും അവരെ അക്സെപ്റ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തയ്യാറാകണം. ഇത് അവരുടെ ചീരയാണ്. ഒരു പുഴുക്കുത്തുരോഗമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വിജയപ്രദമായിട്ട് തന്നെ കൃഷി എടുത്തു. അതെല്ലാം അവർക്കൊരു മനസ്സുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ കൃഷി. ഇപ്പം അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ മനസ്സ് വരുന്നത്. കാര്യം ഇത്രയും നഷ്ടമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ അവർക്ക് മനസ്സ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിച്ചു. അപ്പോൾ അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർ കുറേ കൂടി വിപുലീകരിച്ച് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാനാണ് ഈ 4 ചെറുപ്പക്കാർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി നിൽക്കുന്നത്. അപ്പം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക. അവർക്ക് ഒരു പ്രോത്സാഹന നിലയിൽ നമുക്ക് ഓടിയെത്താൻ ദൂരത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമൊക്കെ തയ്യാറാകുകയൊക്കെ ചെയ്യണം. അവർക്ക് കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സുണ്ടാകും, ഉത്സാഹം ഉണ്ടാകും. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും, അല്ല ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കെല്ലാം തന്നെ നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അപ്പം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും ഇതൊക്കെ വാങ്ങാനും കൂടെ തയ്യാറാകണമെന്നൊരു അപേക്ഷ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു അപേക്ഷ കൂടി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തെ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടാം.